ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും വേണ്ട. ഇതുപോലെ പഞ്ഞി പോലുള്ളൊരു വെള്ളയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1.5 ഗ്ലാസ് പച്ചരി ഒരു 5 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പച്ചരി നന്നായി കുതിർന്ന് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മിനിമം ഒരു 4 മുതൽ 5 മണിക്കൂർ വരെയെങ്കിലും പച്ചരി കുതിർത്തെടുക്കണം. എങ്കിൽ മാത്രമാണ് നമ്മളുണ്ടാക്കുന്ന ആ ഒരു വെള്ളയപ്പം നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ. ഇനി അതോടൊപ്പം ചേർക്കേണ്ടത് തേങ്ങയാണ്. അരമുറി തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരമുറി തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. അത് അരിയുടെ കൂടെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒരുമിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഒന്നും സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ കൂട്ടുകളും ഒരുമിച്ച് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ ഇട്ടതിന് ശേഷം 1/4 കപ്പ് അവലാണ്. അവൽ ആദ്യം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ അവലങ്ങ് പെട്ടെന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇത് അരയ്ക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒന്ന് അവൽ വെള്ളത്തിലിട്ടാൽ മതി. ഇനി അവലും കൂടെ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം നമുക്ക് ഒരു തേങ്ങയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി നമുക്ക് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. നന്നായി അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് ഓവർനൈറ്റ് ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി വെക്കാം. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ആ ഒരു മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു സമയത്താണ് നമ്മളിനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായി ഇളക്കിയെടുക്കണം. ആ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ദോശക്കല്ലിലാണ് നമ്മൾ ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. കല്ല് നന്നായി ചൂടായി വന്നാൽ കുറച്ച് എണ്ണ തേച്ച് തീ അങ്ങ് സിമ്മിലേക്ക് ഇട്ടതിന് ശേഷം അപ്പത്തിൻ്റെ മാവ് ഓരോ തവയായി കോരി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വെള്ളയപ്പത്തിൻ്റെ മാവ് നമ്മൾ അധികം പരത്തി കൊടുക്കില്ല. ഒരു തവി മാവ് ഒഴിച്ച് അടച്ചങ്ങ് വെച്ചാൽ ഇതുപോലെ നല്ല പഞ്ഞി പോലൊരു അപ്പം നമുക്ക് തയ്യാറായി കിട്ടും. ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. എന്നിട്ടും നല്ല പഞ്ഞി പോലുള്ള വെള്ളയപ്പമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നല്ല മുട്ട റോസ്റ്റിൻ്റെ കൂടെയോ കിഴങ്ങ് കറിയുടെ കൂടെയോ വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.